കർത്താവ് നിങ്ങളോടുകൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 1, 43 മുതൽ 51 വരെയുള്ള തിരുവചനങ്ങൾ. പിറ്റേ ദിവസം അവൻ ഗലീലയിലേക്ക് പോകാൻ ഒരുങ്ങി. പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു, എന്നെ അനുഗമിക്കുക. പീലിപ്പോസ് അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണമായ ബത്സേദായിൽ നിന്നുള്ളവനായിരുന്നു. പീലിപ്പോസ് നഥാനിയേലിനെ കണ്ട് അവനോട് പറഞ്ഞു, മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവനെ, ജോസഫിൻ്റെ മകൻ നസ്രത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു. നഥാനിയേൽ ചോദിച്ചു, നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മയുണ്ടാകുമോ? പീലിപ്പോസ് പറഞ്ഞു, വന്ന് കാണുക. നഥാനിയേൽ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് യേശു അവനെപ്പറ്റി പറഞ്ഞു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ നഥാനിയേൽ ചോദിച്ചു, നീ എന്നെ എങ്ങനെ അറിയുന്നു? യേശു മറുപടി പറഞ്ഞു, പീലിപ്പോസ് നിന്നെ വിളിക്കുന്നതിന് മുമ്പ് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു. നഥാനിയേൽ പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യേശു പറഞ്ഞു, അത്തിമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ? എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും. അവൻ തുടർന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്നത്തെ 2 വായനകളുടെയും അടിസ്ഥാന സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, ഒരുപക്ഷെ നമ്മൾ വില കുറച്ച് കാണുന്നവ അത്ര കണ്ട് സീരിയസ് അല്ലാതെ, അത്ര കണ്ട് നമ്മൾ പറയല്ലേ, നമുക്കത്ര സീരിയസ് ആയിട്ട് തോന്നാത്ത ചില വിഷയങ്ങൾ ഒരുപക്ഷെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നോക്കിക്കാണുമ്പോൾ അത് വിലയുള്ളതായിട്ട് മാറും. ഇന്നത്തെ ആദ്യ വായന യോഹന്നാൻ ശ്ലീഹ ചില കാര്യങ്ങൾ വളരെ ഷാർപ്പായിട്ട് പറയുകയാണ്. അതിനകത്ത് യോഹന്നാൻ ശ്ലീഹ പറയുന്നൊരു കാര്യമാണ്, സഹോദരനെ സ്നേഹിക്കണം. സ്നേഹിക്കാത്തവൻ കൊലപാതകിയാണ്. നമ്മുടെ എത്ര പേരുടെ കുടുംബവും കുടുംബ ബന്ധങ്ങളും നമ്മുടെ തന്നെ ബന്ധങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റും. നമുക്ക് പലപ്പോഴും പലയിടങ്ങളിലും പലരോടൊക്കെ ഈ സ്നേഹം നിലനിർത്താൻ പറ്റണില്ല, അല്ലെങ്കിൽ ഈ സ്നേഹത്തിൽ പരിക്കുകളുണ്ട്, അല്ലെങ്കിൽ ചില വെറുപ്പിലും വിദ്വേഷത്തിലും വൈരാഗ്യ ബുദ്ധിയിലൊക്കെ ഇന്നും ചില സഹോദര ബന്ധങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവിടെ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണ്. നമ്മുടെ ഭാഷയിൽ കൊലപാതകി എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കൊല്ലണം, അല്ലെങ്കിൽ മറ്റൊരു വാക്യം പറഞ്ഞ ഒരു അബോർഷനെങ്കിലും നമ്മൾ നടത്തിയിരിക്കണം, അങ്ങനെയാണെങ്കിൽ നമുക്ക് കൊലപാതകി എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവിടെ വചനം പറയുന്നത് സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകിയാണെന്നാണ്. നമ്മൾ എത്രയോ വട്ടം സഹോദരങ്ങൾ വെറുക്കുകയും സഹോദരങ്ങളിൽ നിന്ന് അകലം പാലിക്കുകയും എന്നിട്ട് എല്ലാ ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ കാണുന്നത് സ്നേഹിതനായിട്ടല്ല, മറിച്ച് കൊലപാതകിയായിട്ടാണ്. അതാണ് വചനം പറയുന്നത്. ഇപ്പം നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന ചില വിഷയങ്ങൾ, നമ്മൾ വളരെ ലാഘവത്തോടെ കാണുന്ന ചില വിഷയങ്ങൾ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ നോക്കി കാണുമ്പോൾ അത് ചിലപ്പോൾ ഗൗരവമുള്ളതായിട്ട് മാറും. ഇപ്പോൾ സഹോദരൻ വെറുത്താൽ എന്നാ കുഴപ്പം, സഹോദരനോട് വെറുപ്പ് സൂക്ഷിച്ചാൽ എന്താ വിഷയം എന്നൊക്കെ നമുക്ക് മാനുഷികമായിട്ട് ചിന്തിക്കാൻ. കാരണം ഈ ഭൗമിക ലോകത്തിൽ, അല്ലെങ്കിൽ ലോകത്തിൽ നമ്മൾ വസിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിൻ്റെ സാഹചര്യങ്ങൾ കൊണ്ടും നമുക്കെതിരെ നിൽക്കുന്ന ചില ജീവിത നിയോഗങ്ങളുടെ തീരുമാനങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും വേദനകളും പരിക്കുകളും തെറ്റിദ്ധാരണകളും മുറിവേൽപ്പിക്കപ്പെടുന്ന അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു വെറുപ്പ് വിദ്വേഷമൊക്കെ തോന്നാം. അതിൽ തന്നെ തുടർന്നു കൊണ്ടുപോകാനുള്ള സാധ്യതയും നമുക്കുണ്ട് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷകളും പ്രാർത്ഥനകളും പള്ളിയിൽ പോക്കും കുമ്പസാരവും വിശുദ്ധ കുർബാനയും ഇതിനൊന്നും ഒരു മുടക്കമില്ലാതെ കൊണ്ടുപോകാൻ പറ്റും.
പക്ഷെ ആ നിമിഷങ്ങളിൽ കർത്താവ് നമ്മുടെ ഹൃദയം പരിശോധിക്കുന്നവനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്രീ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവസന്നിധിയിൽ നിൽക്കാൻ നമുക്ക് ആത്മധൈര്യമുണ്ട്. എപ്പോഴാണ് നമുക്ക് ആത്മധൈര്യം കിട്ടുന്നത്? നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്താതിരിക്കുമ്പോൾ. എപ്പോഴാണ് നമ്മുടെ ഹൃദയം നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കുന്നത്? നമ്മുടെ ഹൃദയം കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ ആ സ്വഭാവത്തിലേക്ക് ഉയർത്തപ്പെടുമ്പോഴാണ് നമ്മുടെ ഹൃദയം കുറ്റപ്പെടുത്താതിരിക്കുന്നത്. അതായത് കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന സ്നേഹം നമ്മുടെ ഹൃദയത്തെ ഭരിക്കാൻ തുടങ്ങുമ്പോൾ, ആ ദൈവസ്നേഹത്തിലാണ് നമ്മുടെ ഹൃദയം പോലും ചലിക്കുന്നതെന്ന് നമ്മൾ അറിയുമ്പോൾ നമ്മൾ നമ്മുടെ ഹൃദയം കുറ്റപ്പെടുത്തുന്നില്ല. എന്നാൽ ദൈവസ്നേഹത്തിന് വിപരീതമായ മനോഭാവങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ മരണസമയത്തെങ്കിലും നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. കുറ്റബോധത്തിലേക്ക് അനേകരിന്ന് പാപത്തെ ഓർത്ത് കുറ്റബോധത്തിലേക്ക് പോകുന്നതിന് കാരണം ഈ ഹൃദയം കുറ്റപ്പെടുത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ഹൃദയം പോലും നമ്മളെ കുറ്റപ്പെടുത്താതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കർത്താവിൻ്റെ ഹൃദയത്തിനിണങ്ങിയ, ആ സ്നേഹത്തിനിണങ്ങിയ ഒരു ഹൃദയം നമ്മൾ സ്വന്തമാക്കണം. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞത്, വാക്കിൽ മാത്രമല്ല പ്രവൃത്തിയിലും നിങ്ങൾ സ്നേഹിക്കണം. സംസാരത്തിൽ മാത്രമല്ല നിങ്ങളുടെ പ്രവൃത്തിയിലും ഈ സ്നേഹം ഉണ്ടാകണം. അപ്പോൾ നമ്മൾ നിസ്സാരമായി കാണുന്ന വിഷയങ്ങളെ കർത്താവിൻ്റെ കണ്ണുകളിലൂടെ കൂടി നമ്മൾ നോക്കണം. കർത്താവ് അതിനെ നിസ്സാരമായിട്ടാണ് കാണുന്നതെങ്കിൽ, ദൈവവചന ലാഘവത്തോടെയാണ് നിസ്സാരമായിട്ട് കാണുന്നതെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വചനം അല്ലെങ്കിൽ ജീവിക്കുന്ന കർത്താവ് ഗൗരവത്തോടെ കാണുന്ന വിഷയങ്ങൾ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഗൗരവമായെടുക്കണം. സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നഥാനിയേൽ ചോദിക്കും, ഈ നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? വളരെ നിസ്സാരമായിട്ട് കണ്ട, അല്ലെങ്കിൽ വളരെ ഒരു നിസ്സാരവൽക്കരിക്കപ്പെട്ട ഒരു പട്ടണമാണ് നസ്രത്ത്. ഇപ്പോൾ നഥാനിയേൽ ചോദിച്ച്, ഈ പട്ടണത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? പക്ഷേ യേശു ഈ നഥാനിയേലോട് പറയുന്നൊരു കാര്യം, നീ അത്തിമര ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു, ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ. അപ്പോൾ തന്നെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ നഥാനിയേൽ വണ്ടറായി. നഥാനിയേലിന് തന്നെ ആശ്ചര്യഭരിതനായിട്ട് അവൻ ചോദിക്കും, നീ എന്നെ എങ്ങനെ അറിഞ്ഞു? പറഞ്ഞു, നീ അത്തിമര ചുവട്ടിൽ ഇരിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. ഇനി കർത്താവ് പറഞ്ഞൊരു വളരെ സീരിയസ് ആയിട്ട് ഒരു വിഷയമുണ്ട്. ഇതിനേക്കാളും ഉപരി, ഇതിനേക്കാളും മേന്മയേറിയ കാര്യങ്ങൾ നിന്റെ കണ്ണുകൾ കാണും. ഈ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. അത് നമുക്ക് സ്വന്തമാക്കാൻ പറ്റണേ. അതായത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ, മാലാഖമാർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതും മാലാഖമാർ സ്വർഗത്തിലേക്ക് കരയേറ്റപ്പെടുന്നതുമായ ആത്മീയ മണ്ഡലത്തിലെ നമ്മുടെ ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ആത്മീയ നയനങ്ങൾ കൊണ്ട് മാത്രം കാണാൻ പറ്റുന്ന വിഷയങ്ങൾ പോലും നിനക്ക് കാണാൻ പറ്റും ദൈവസ്നേഹത്തിൽ നമ്മൾ ചലിക്കാൻ തുടങ്ങുമ്പോൾ. ഇപ്പോൾ ഭൗതിക കണ്ണുകൾ കൊണ്ട് കാണുന്ന പല കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. കർത്താവ് പറഞ്ഞു, ഇതിനേക്കാളും വലിയ കാര്യങ്ങൾ നഥാനിയേൽ നീ കാണും. അതെന്താണ്? ആത്മീയ ലോകത്തിൻ്റെ ദർശനങ്ങൾ ഉണ്ടാകുമെന്നാണ് നഥാനിയേലോട് കർത്താവ് പറഞ്ഞത്. ഇതുപോലുള്ള ആത്മീയ ദർശനങ്ങൾ നമുക്കുണ്ടാകാൻ ദൈവസ്നേഹത്തിൽ ചലിക്കുന്നവരായി, വ്യാപരിക്കുന്നവരായി നമുക്ക് മാറാം. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. ആമേൻ.